കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. കടാതിപ്പള്ളിയിൽ പെരുന്നാളിനോടനുബന്ധിച്ച് കതിനപ്പൊട്ടിയുണ്ടായ അപകടത്തെ തുടർന്ന് പെരുന്നാൾ ചടങ്ങുകൾ വെട്ടിക്കുറച്ചു. രവിയുടെ കുടുംബത്തിന് 1 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് വികാരി ഫാദർ ബിജു വർക്കി കൊരട്ടിയിൽ. കടാതി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ പെരുന്നാളിനോടനുബന്ധിച്ച് ചടങ്ങുകളുടെ ഭാഗമായി കതിനപ്പൊട്ടി ഒരാൾ മരിച്ചതിനെ തുടർന്ന് പെരുന്നാൾ ചടങ്ങുകൾ വെട്ടിക്കുറച്ചതായി വികാരി ഫാദർ ബിജു വർക്കി കൊരട്ടിയിൽ. പ്രദക്ഷിണം ചടങ്ങ് മാത്രമായി നടക്കും. വാദ്യമേളങ്ങളും ബാൻഡ് മേളവും പെരുന്നാളിനോടനുബന്ധിച്ച് തയ്യാറാക്കിയിരുന്ന സദ്യയും ഒഴിവാക്കി. ഞായറാഴ്ച രാവിലെ 8:30 പള്ളിക്ക് സമീപമുള്ള കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്ന കതിനയ്ക്കും വെടിമരുന്നിനും തീപിടിച്ചുണ്ടായ അപകടത്തിൽ റാക്കാട് സ്വദേശി രവിയാണ് മരിച്ചത്. രവിയുടെ സഹായിയായ ജെയിംസ് ഗുരുതര പരിക്കുകളോടെ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കതിന നടക്കുന്നതിനിടയിൽ സ്പാർക്കുണ്ടായി പൊട്ടിത്തെറിക്കുകയായിരുന്നെന്ന് വാളകം പഞ്ചായത്ത് പ്രസിഡന്റ് രജിത സുധാകരൻ പറഞ്ഞു. പെരുന്നാളിന്റെ ഭാഗമായിട്ട് ഇവിടെ കുർബാന നടക്കുന്നതിന് ശേഷം പൊട്ടിക്കാനായിട്ട് കതിന നിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഈ അപകടം പറ്റിയ ചേട്ടൻ പറഞ്ഞത് കതിന നിറയ്ക്കുമ്പോൾ ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടായി പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു എന്നാണ് പറഞ്ഞത്. അദ്ദേഹം കോലഞ്ചേരി മെഡിക്കൽ ഹോസ്പിറ്റലിലുണ്ട്. അദ്ദേഹത്തിനോട് നമ്മൾ നേരിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അപ്പൊ കണ്ട വഴി ചോദിച്ചത് കൂടെയുള്ള ചേട്ടന് എന്നാ പറ്റിയെന്നാണ് ചോദിച്ചത്. രവി എന്ന് പറയുന്ന ചേട്ടനെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹം സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരിച്ചു. മരിച്ച രവിയുടെ കുടുംബത്തിന് 1 ലക്ഷം രൂപ ധനസഹായം നൽകുകയും മരണാനന്തര ചടങ്ങുകൾ പള്ളി ഏറ്റെടുക്കുകയും ചെയ്യുമെന്നും ജെയിംസിന്റെ ചികിത്സാ ചെലവ് പൂർണ്ണമായും പള്ളി വഹിക്കുമെന്നും വികാരി ഫാദർ ബിജു വർക്കി കൊരട്ടിയിൽ പറഞ്ഞു. മരിച്ച കുടുംബത്തിന് അടിയന്തരമായിട്ട് 1 ലക്ഷം രൂപ കൊടുക്കാനായിട്ടും അതുപോലെ തന്നെ ചികിത്സയിൽ കഴിയുന്നവരുടെ മുഴുവൻ ചികിത്സാ സഹായവും പള്ളിയിൽ തന്നെ ഏറ്റെടുത്ത് നടത്താനും പള്ളിയുടെ പെരുന്നാളുകളുടെ ക്രമീകരണങ്ങളെല്ലാം ചടങ്ങുകൾ മാത്രമായിട്ട് നിർത്താനുമായിട്ടാണുള്ള ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്. ആഘോഷങ്ങളെല്ലാം മാറ്റിയിരിക്കുന്നതായ ഒരു തീരുമാനമാണ് ഇപ്പോഴത്തെ മനേരി കമ്മിറ്റി. പള്ളിയുടെ പെരുന്നാളിന്റെ ക്രമീകരണ സദ്യ മറ്റു കാര്യങ്ങളെല്ലാം ആഘോഷങ്ങളെല്ലാം മാറ്റിവെച്ചിട്ടുണ്ട്. ചടങ്ങുകൾ മാത്രമായിട്ട് പെരുന്നാൾ നടത്താനായിട്ടുള്ളതായ ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്. അപകടത്തിന് ശേഷം പള്ളിയിൽ നടന്ന അടിയന്തര കമ്മിറ്റിയുടേതാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ 1-ാം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.